നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 76 ശ്ലോകം 6, 7, 8. രാസക്രീഡാലുളിതലളിതം വിശ്ലഥത്കേശപാശം മന്ദോദ്ഭിന്നശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ധേ സകൃദപി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാദ്ഭുവനമദനത്വപ്രിയാസ്ത്വാം വിലേപുഃ. ഏവം പ്രായൈർവിവശവചനൈരാകുലാ ഗോപികാസ്താഃ ത്വത്സന്ദേശൈഃ പ്രകൃതമനയത്സോധവിജ്ഞാനഗർഭൈഃ. ഭൂയസ്താഭിർമുദിതമതിഭിസ്ത്വന്മയീഭിർവധൂഭിः തത്തദ്വാർത്താ സരസമനയത് കാനിചിദ്വാസരാണി. ത്വത്പ്രോദ്ഗാനൈ സഹിതമനിശം സർവതോ ഗേഹകൃത്യം ത്വദ്വാർത്തൈവ പ്രസരതി മിഥഃ സൈവ ചോത്സ്വാപലാപാഃ. ചേഷ്ടാപ്രായസ്ത്വതനുകൃതയസ്ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വ്യമുഹദധികം വിസ്മയാദുദ്ധവോയം. രാസക്രീഡ ലുളിതലളിതം വിശ്ലഥത്കേശപാശം മന്ദ ഉദ്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വത് അംഗം കാരുണ്യ അബ്ധേ സകൃതപി സമാലിംഗിതും ദർശയ ഇതി പ്രേമ ഉന്മാദാദ്ഭുവനമദന ത്വത്പ്രിയാഃ ത്വാം വിലേപുഃ. ഏവം പ്രായൈഃ വിവശവചനൈഃ ആകുലാഃ ഗോപികാഃ താഃ ത്വത് സന്ദേശൈഃ പ്രകൃതിം അനയത് സഹ അഥ വിജ്ഞാനഗർഭൈഃ ഭൂയഃ താഭിഃ മുദിതമതിഭിഃ ത്വത് മയിഭിഃ വധൂഭിഃ തത് വാർത്താ സരസം അനയത് കാനിചിത് വാസരാണി. ത്വത് പ്രോദ്ഗാനൈഃ സഹിതം അനിശം സർവതഃ ഗേഹം കൃത്യം ത്വത് വാർത്താ ഏവ പ്രസരതി വിധഃ സാ ഏവ ച ഉത്സ്വ അപലാപാഃ ചേഷ്ടാഃ പ്രായഃ ത്വത് അനുകൃതയഃ ത്വത് മയം സർവം ഏവം ദൃഷ്ട്വാ തത്ര വ്യമുഹത് അധികം വിസ്മയാത് ഉദ്ധവഃ അയം. പദങ്ങൾ. ഹരേ കൃഷ്ണ. അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഗോപികളോട് ഗദ്ഗതமான വാക്കുകൾ കേട്ടോ. ഭഗവാൻ എങ്ങളെല്ലാം മറந்தாச்சா, അംഗീകരിക്കപ്പെട്ട നഗരസുന്ദരികളും എല്ലാം പാക്കർത്തെ അവളോട് കൂട്ടത്തിലിരിക്കർത്തെ എങ്ങളെല്ലാം ജ്ഞാപകം ഇരിക്കാതെ ഇപ്പടിയെല്ലാം ചൊല്ലുക. അടുത്തത് പ്രാർത്ഥനയായിട്ടാക്ക. ആറാമത്തെ ശ്ലോകം ചൊല്ലുക. രാസക്രീഡാലുളിതലളിതം വിശ്ലഥത്കേശപാശം മന്ദോദ്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വദംഗം. രാസക്രീഡയിൽ നിറയെ നർത്തനമാടി അഴകാന തലമുടിയെല്ലാം അവുന്ത് അതുപടി ആടി ആടി ക്ഷീണത്തിനാല അങ്കങ്ക കൊഞ്ഞം കൊഞ്ഞം വിശർപ്പെല്ലാം തുള്ളി തുള്ളിയാ വന്ന് നിൽക്ക്. അപ്പടി ഇരിക്കപ്പെട്ട ഒരു മനോഹര രൂപം പൂമേനിയ എങ്ങൾക്ക് ഒരുക്കാ കൂടി ആലിംഗനം മണ്ണിക്കണം പോലെ ഇരിക്കുക കൃഷ്ണ அப்படின்னு சொல்றாளாம். കാരുണ്യാബ്ധേ സകൃത് അപി സമാലിംഗിതും ദർശയ. அப்படிയുള്ളൊരു രൂപം തിരുപ്പിയും കാട്ടിത്തരണമേ. രൂപത്തെ പാത്ത് എങ്ങൾക്കൊന്ന് കെട്ടിപ്പിടിച്ചുക്കണം തോന്നരുതേ. ഇതി പ്രേമോന്മാദാത് ഭുവനമദനത്വപ്രിയാഃ ത്വാം വിലേപുഃ. ഇപ്പടി പ്രേമോന്മാദത്തിനാല് 3 ലോകത്തെയും ഭുവനത്തെ പൂര മതിപ്പിക്കപ്പെട്ട ഹേ ഗുരുവായൂരപ്പ, ഉങ്ങളോട് പ്രിയതമകളാണ് ത്വത്പ്രിയാഃ, ഭഗവാനോട് പ്രിയതമകളാണ് ഗോപികൾ ഭഗവാനെ നനച്ചിട്ട്
അഴറാളം. ഭ്രമരഗീതം ചൊല്ലി ഇതിൽ ഭാഗവതത്തിൽ ഇരിക്കപ്പെട്ടത് ഇങ്ങ ചുരുക്കി ചൊല്ലറ. அங்கே பிரமரகீதம் எப்படின்னா முன்னாடி காலத்திலெல்லாம் സ്ത്രീകൾ പരപുരുഷന്മാരുടെ പേശ മാട്ട. ഉദ്ധവർ தெரியாത്ത ഒരാളല്ലുവാ. ഉദ്ധവരുടെ ചൊല്ല മാട്ട. ഒരു വണ്ടങ്ക വരുമ എന്താ വണ്ടിട്ട് പേശറ മാതിരി ചൊല്ല വേണ്ടിയതെല്ലാം ഉദ്ധവരുടെ എല്ലാം ചൊല്ലണമോ അതെല്ലാം ചൊല്ലറ. അനാ നേരടിയാ ഉദ്ധവരുടെ എല്ലാം ഭ്രമരത്തിട്ടേക്കും ചൊല്ലറ. വണ്ടിട്ട് பார்த்துட்டு சொல்லுவேளாம், பாரு நீயும் கரப்பாரிக்காய் இங்கேயும் ஒரு ஷாமசுந்தரன் இருந்தான். வண்டு வந்து ஒரு பூவிலேருந்து தேன் எடுக்கும். அந்த தேன் எடுத்துட்டு அப்படியே அது அடுத்ததுக்கு பறந்து போயிடும் இன்னொரு பூவுக்கு. ഏതൊരു പൂവിലേക്കുമോ തേനെടുത്തത് അന്ത പൂവുക്ക് തിരുപ്പി അന്ത വണ്ട് വരാത്. അതേമാതിരി இந்த ശ്യാമസുന്ദരൻ എങ്ങളോട് മനസ്സെല്ലാത്തേം എടുത്തുകൊണ്ട് പോയാച്ച് ഇനി തിരുപ്പി വരുമെന്ന് തോന്നലേ. அதுக்கப்புறம் ஏமாத்துக்காரனாக்கும் இந்த வண்டுகளெல்லாம். അതിരിക്കെ ഒരു ഇടത്തിൽ പോയി വരത്തെ അന്ത പൂമ്പൊടി അതോട് മീശയില പറ്റിയിരിക്കുമോ. അതേമാതിരി இந்த കൃഷ്ണൻ എങ്ങളെല്ലാം ആലിംഗനം പണിക്കുന്ന സമയത്തിൽ അവനോട് മുഖത്തിലെല്ലാം എങ്ങളോട് കുങ്കുമം അങ്കങ്ക ആയിരിക്കും. ഇപ്പോൾ വേറെ ആരോടോ ഇല്ലാമോ കൂടെ ഇതേമാതിരി പോയിരിക്കുന്നവര് നിറയവ എന്താ ഭ്രമരത്തെ കൃഷ്ണനുമായി കമ്പയർ പണി നിറയെ ചൊല്ലുക. അത് ബദലാവാക്കും ഇങ്ങനെ ചിന്നതാക്കി ചുരുക്കി ഭട്ടതിരി എഴുതിയിരിക്കാൻ. 7ാമത് ശ്ലോകത്തിൽ അഥ സഹ ഏവം പ്രായേഹി വിവശവചനൈഹി ആകുലാഹ താഹ ഗോപികാഹ. അതുക്കപ്പുറം ഉദ്ധവരിക്കെ എന്താ ഗോപികളോട് എന്താ വിലാപവാക്യങ്ങളെല്ലാം കേട്ട് ദുഃഖിതകളായിരുന്ന ആകുലാഹ ദുഃഖിതകളായിരുന്ന അന്ന ഗോപികമാർക്ക് ഭഗവാനെ ഒരു സന്ദേശം കൊടുത്തു വിട്ടിരിക്കാൻ. സന്ദേശിഹി പ്രകൃതി അനയത്. ഭഗവാൻ കൊടുത്തതിന് പിന്നെ എന്താ സന്ദേശത്തെ എപ്പോഴുള്ള സന്ദേശം വിജ്ഞാനഗർഭൈഹി തത്വജ്ഞാനം ഉൾക്കൊള്ളപ്പെട്ട സന്ദേശം. അത് അവൾക്ക് വായിച്ചു കാട്ടുറാര. ഭൂയഃ മുദിതമതിഭിഹി ത്വന്മയീഭിഹി താഭിഹി വധൂഭിഹി. എന്താ ഗോപികൾ അതുക്കപ്പുറം എന്നായിട്ടാളെന്ന സന്തുഷ്ടം. മുദിതം എന്ന സന്തുഷ്ടം. സന്തുഷ്ട ഹൃദയമുള്ളവാളും ഭഗവാനെ സർവമാ പാത്തന്തിരിക്കപ്പെട്ടവാളുമാണ് അന്ത ഗോപികൾ കൂടെ തത്തത് വാർത്താസരസം കാണിച്ചിത് വാസരാണി അനയത്. ഭഗവാനോട് കഥകൾ ഓരോന്നും ഇങ്ങനെല്ലാം മണ്ണിന കൃഷ്ണൻ വാൾക്കാനാ ചൊല്ലാത്തത് ரொம்ப ഇഷ്ടമാക്കും കൃഷ്ണകഥകൾ. ഗോപികൾക്ക് കൃഷ്ണകഥകളല്ലാക്കിയ വാൾക്ക് വേറെ ഒന്നും ചൊല്ലാത്തതില്ല. പവ അന്നമാതിരി ചൊല്ലപ്പെട്ടെന്ന കൃഷ്ണകഥകളെ കേട്ടുന്നത് ഉദ്ധവരും അങ്ങ് ரொம்ப സന്തോഷമായിരിക്കാറാം. கொஞ்ச നാളേക്ക് അപ്പടി കഴിച്ചാരാം. എന്താ ഗോപികളോട് നിഷ്കളങ്ക ഭക്തിയെ പാത്ത് അമ്പരന്ത് പുറ ഉദ്ധവർ. അനിശം സർവതഃ ഗേഹകൃത്യം. ഇവ ഏതേത് വീട്ടുവേല പണ്ണറ സമയത്തിലെയും ഗാനൈഹി സഹിതം ഭഗവാനോട് പാട്ടുകൾ ഭഗവാൻ ചെയ്ത ലീലകളെ പാടി പാടി പുകഴ്ത്തറാളാം. അതും എപ്പടി ഉച്ചത്തിൽ നല്ല ചത്തം പോട്ട് താൻ പാടുറാളാം. മിഥഹ ത്വദ്വാർത്താഹ ഏവ പ്രസരതി. ഇനി ഏത് രണ്ട് ഗോപി അന്തപ്പം പാത്തുന്നാലും എപ്പോൾ പാത്താലും അവൾക്ക് കൃഷ്ണരോട് കാര്യം താൻ ചൊല്ലർത്തുക്ക് ഇരിക്കാം. കൃഷ്ണ ചരിതം താൻ ചൊല്ലർത്തുക്ക് ഇരിക്ക്. ഉത്സാപലാപാഹ ച സാ ഏവ. ഇനി അവ സ്വപ്നത്തിലെ പേശറത് കൂടി ഏതാക്കും ഭഗവാനോട് കൃഷ്ണരോട് കാര്യം താൻ അവൾക്ക് സ്വപ്നത്തിലെയും ഇരിക്കാം. ചേഷ്ടാഹ പ്രായഃ ത്വത് അനുകൃതയാഹ. ഇനി അവ ഏതാവത് വേലകളെല്ലാം ചെയ്യർത്തെ എന്നെ വേണ്ടുക. മരത്തും കിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷ്ണരുടെ ഇപ്പിടുത്തെ മരത്തുക്ക് മേലെ ഏറിയക്കാർ അപ്പിടിന്ന് വലിയ മരത്തുക്ക് മേലെ ഏറിയക്കാർ ആളാം. അതുക്കപ്പുറം ഒരു കമ്പ് കടിച്ചാൽ ഇപ്പിടുത്താൻ കൃഷ്ണൻ പുല്ലാങ്കുഴൽ ഊതുവൽ ചൊല്ലുവരാം. ഇപ്പടി ഒവ്വൊന്നൊക്കും അന്ന് കൃഷ്ണനോട് അനുകരണങ്ങൾ തന്നെ വാൾക്ക് പണ്ണർത്തുക ഇരുന്നതാണ്. ഏവം തത്ര സർവം ത്വന്മയം ദൃഷ്ടുവ. എന്താ അമ്പാടിയിൽ എന്താ വൃന്ദാവനത്തിൽ എന്നെന്നത് കാണരുതോ എല്ലാം കൃഷ്ണമയമാ തെരിയറുതാ. അയം ഉദ്ധവ
விஸ்மயாது அதிகம் வியமுகது. இந்த உத்தவர் ஆச்சரியத்தினால ரொம்ப பிரமிச்சு போயிட்டாராம். எங்கே பார்த்தாலும் கிருஷ்ணமயமாக இருக்கே சொல்லி பிரமிச்சு போயிட்டார். ஹரே கிருஷ்ண.